പിന്നെ നിങ്ങളിപ്പോൾ കൂട്ടത്തിൽ സ്കൂൾ കഴിഞ്ഞവരുണ്ടാവാം, കോളേജ് കഴിഞ്ഞവരുണ്ടാവാം, BEd കഴിഞ്ഞവരുണ്ടാവാം, ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് വന്നവരുണ്ടാവാം. പക്ഷെ അതൊന്നും വിചാരിച്ചെല്ലാം ഇങ്ങോട്ട് വരണ്ടേ. ഇവിടെ ഒരു അടിച്ചുപൊളി മൂഡാണെന്ന് വിചാരിക്കരുത്. PSC എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനത്തെ സീരിയസ് ആയി മാത്രം, പഠനം മാത്രം, ഫ്രണ്ട്ഷിപ്പോ വേറെ വൈബാക്കിയ ചില്ലാക്കിയ അതൊന്നും ആലോചിച്ച് വരരുത്. ഇനി പദവാ നിങ്ങൾക്ക് ഇവിടുന്ന് വല്ല ഫ്രണ്ട്സിനെയും കിട്ടുകയാണെങ്കിൽ അത് പഠനത്തിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. എനിക്കതുപോലെ ഇവിടുന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നു. രാത്രി നമ്മൾ പോണ സമയത്ത് നമ്മൾ പറയുന്നു ഇത്രയും ഭാഗം പഠിക്കുക, രാത്രി നമുക്ക് ഫോൺ ചെയ്യാമെന്ന് പറയുന്നത്. ഞങ്ങൾ ഫോണിൽ കൂടെ ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ വിളിക്കുമല്ലോ പഠിച്ചിട്ട്, അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എങ്ങനെ ആൻസർ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെ കമ്പൈൻ സ്റ്റഡിയിലൂടെയാണ് ഞാൻ പിന്നെ റെഡി ആയത്. എന്നിട്ട് ആ LDC ക്രാഷ് കോഴ്സിൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് ഭയങ്കര മാനക്കേടായി പോയി അന്ന് അത്രയും മാർക്ക് കുറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ്, ബാബു സാറിൻ്റെ ചീത്ത, എനിക്ക് വേറൊരു ഡിഫറെൻ്റ് ഒരു വേൾഡ് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതായി പോയിട്ടൊരു സമയം. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു മോണ്ടിസോറി അവിടെ അല്ലേ പക്ഷേ അന്ന് ക്രാഷ് ഉണ്ടായതിന് ആ സമയത്താണ് ഞാൻ പഠനം സീരിയസ് ആക്കണം തോന്നിയത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഉള്ള ഒരു ഫുൾ പഠിത്തക്കാർ. അപ്പോൾ ഇപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പഠിച്ചവൻ അതിനായിരിക്കും ഇന്ന ക്ലാസ്സിലേക്ക് ഒരു ബേസും ഇല്ലാത്ത ഇന്ന A ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടത് പഠനത്തിനൊരു സീരിയസ് ആയി കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ആ LDC റിസൾട്ട് വന്നു. എനിക്ക് അത്യാവശ്യം എളുപ്പമായി തോന്നിയിട്ട് ഞാനെന്നെ വിചാരിച്ചു എളുപ്പമാണോ എനിക്ക്. പക്ഷേ ലിസ്റ്റ് വന്ന സമയത്ത് ഞാൻ ആ മെയിൻ ലിസ്റ്റിലുണ്ട്. റാങ്ക് എനിക്കത് കിട്ടിയിട്ടില്ല, അത് കട്ടായി പോയി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പഠിക്കാനുള്ളൊരു മോട്ടീവ് അതായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടി ഞാൻ സ്കൂളിലെ ഡെയിലി വേജ് ആ ഒരു കാര്യം നിർത്തി. പിന്നെയാണ് പ്രതീക്ഷയിൽ വന്നിട്ട് പഠനം സീരിയസ് ആയി കണ്ടത്. ഒരുപാട് ചീത്തങ്ങൾ കേൾക്കണുണ്ടാവും. എനിക്ക് തോന്നും എന്തവർക്കൊക്കെ എന്തിനാ ഇവരിങ്ങനെ പറയണം, നമ്മൾ ചെറിയ കുട്ടികളാണോ എന്ന്. പക്ഷേ അതൊന്നല്ല, നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ നാളെ ഇതുപോലെ ഈ സീറ്റിൽ വന്നിരിക്കാം. നിങ്ങളെ സ്വപ്നം എന്താണോ, ഒരു PSC എന്നുള്ള സ്വപ്നത്തിൽ നിങ്ങൾക്ക് എന്തായാലും എത്താം. ഫെഡപ്പ് ചെയ്യരുത്. എന്താണോ നിങ്ങൾക്കിപ്പം എന്താ പറയുക, നമ്മളെ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തിനു പറയണേ, നമ്മളിവിടെ വീട്ടിൽ തേങ്ങടാൻ വരുന്ന ആൾ വരെ എന്നെ ട്രോളും. എനിക്ക് ഇഞ്ഞും കിട്ടിയില്ലേ, ഒരിക്കൽ കിട്ടി, മറ്റൊരിക്കൽ കിട്ടി. അപ്പോൾ ഞാൻ പറയാൻ തന്നെ കിട്ടിയോ, അത്ര മതി. എന്താന്ന് വെച്ചാൽ നമ്മൾ ആവലാദ്യം ടെൻഷനും പറഞ്ഞാലും മനസ്സിലാവണവരോട് പറഞ്ഞാൽ മതി. എല്ലാവരോടും നിങ്ങളെ ടെൻഷനും എനിക്ക് അതാണ് ഇതാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ ഇരിക്കണ കൂട്ടത്തിലുള്ള എല്ലാവരും മാനസികാവസ്ഥയും ഞങ്ങളിവിടെ ഇരിക്കണവർക്ക് മനസ്സിലാവും. കാരണം എന്താ, ഞങ്ങൾ ആ ജേണി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് മാത്രം നിങ്ങളെ ടെൻഷന് ഷെയർ ചെയ്യാം. അല്ലാതെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് നെഗറ്റീവ് കൂടുതലാവുക ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് നമ്മൾക്ക് ഇനിയിപ്പോൾ കുടുംബത്തിൽ നിന്നോ ഫ്രണ്ട്സോ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഓക്കെ അങ്ങനെയാണല്ലേ എന്നാൽ ശരിയാക്കി തരാമെന്നുള്ള ആ ഒരു മൈൻഡിൽ നമ്മളത് പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്, അതാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും, അതൊന്നും ബോദർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് നമ്മൾ അതും കൂടി പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആവശ്യമില്ലാത്ത ഫംഗ്ഷനൊന്നും പോകാണ്ടിരിക്കുക. അങ്ങനെയല്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റിയതൊക്കെ ഒഴിവാക്കുക. ഇനി ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ അതിനുള്ള സമയം പഠനത്തിന് വേറെ മാറ്റി വെച്ചിട്ട് ഇത് പോയാലും അത് ഓക്കെ ആക്കും, ടാലി ആവും എന്നുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഫംഗ്ഷന് പങ്കെടുക്കാം. ഒക്കെ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ കുറച്ച് ത്യജിക്കേണ്ടി വരും. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അന്ന് വേണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാ അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കണം, എൻ്റെ ഈ നല്ല സമയമൊക്കെ കളയാണല്ലോ. അല്ല, ഒരിക്കലും അല്ല. നമുക്ക് ആ ലിസ്റ്റിൽ വന്ന് നമുക്ക് അഡ്വൈസ് വരുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു അവസ്ഥ ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി നാളെ അല്ലാഹ് തരട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജസ്ന.